ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ISRയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായിട്ട് ബന്ധമുള്ള ശരിയായ പ്രസ്താവന പറയാമെന്നാണ്. പ്രോജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LV Mark 3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 3 പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ. ഇൻകോസ്പാർ സ്ഥാപിതമായത് 1962 ഫെബ്രുവരിയിലാണ്. ബഹിരാകാശ സമാധാന ഉടമ്പടി സ്ഥാപിച്ചത് 1967 ഒക്ടോബർ 10-നാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ തേൾസ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ തേൾസ് എന്ന് പറയും. സ്ഥാപിതമായത് 1963 നവംബർ 21-നാണ്. തേൾസ് സ്ഥാപിച്ചത് ഇൻകോസ്പാർ ആണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലായത് 1972-ലാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ, തിരുവനന്തപുരം. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റാണ് നെയ്ക് അപ്പാച്ചെ. 1963 നവംബർ 21-നാണ് വിക്ഷേപിച്ചത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ സൗണ്ടിങ് റോക്കറ്റാണ് RH-75. 1967-ലാണ് ഇത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏതാണ്, അല്ലെങ്കിൽ സൗണ്ടിങ് റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ RH-75 1967-ലാണ്. തുമ്പയിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ അഥവാ SSTC സ്ഥാപിച്ച വർഷം 1965-ലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNAക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2-നാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 2013 നവംബർ 21-ന് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റാണ് RH-200. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. എന്നാൽ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ചാന്ദിപൂർ, ഒഡീഷയിലാണ്. വീലർ ദ്വീപ് നിലവിൽ അറിയപ്പെടുന്നത് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. ISRO ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ ആണവോർജ വകുപ്പിന് കീഴിലാണ്. ആണവോർജ വകുപ്പിന് കീഴിലായിരുന്ന ISRO ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായത് 1972 സെപ്റ്റംബറിലാണ്. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായത് 1972-ലാണ്. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ് പ്രോജക്റ്റ് അഥവാ സ്റ്റെപ്പ് നടപ്പിലാക്കിയത് 1977-79 കാലഘട്ടത്താണ്. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ചും നീലയുമാണ്. ISRO ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് നോക്കാം.
അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചത് 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചത് 2025 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ്. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം പ്രതീക്ഷാജനകമായ ഭാവികൾ. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.